ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ചനച്ച, സ്നേഹമുള്ള സഹകാർമ്മികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എന്റെ സഹോദരി സഹോദരന്മാരെ, ആദ്യമായിട്ട് ഇവിടെ വന്ന് നിത്യപിതാവിന് നമ്മുടെ സ്നേഹം നൽകി ദൈവം നൽകുന്നതായ വചനം നിങ്ങൾക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുറിച്ചു നൽകുവാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് നിക്കാസ് കസലിസ്കാസ്റ്റിക് എന്ന് പറഞ്ഞ ഗ്രീക്ക് നോവലിസ്റ്റ് മനോഹരമായൊരു നോവൽ എഴുതിയിട്ടുണ്ട്. നിക്കോസ് വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഫ്രാൻസിസിന്റെ കഥ എഴുതുമ്പോൾ അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് കൈകളിലൂടെ ഒഴുകി നമ്മളന്ന് ഈ മഷിയൊഴിച്ചാണ് എഴുതുക. ആ സ്ക്രിപ്റ്റ് മുഴുവൻ പടർന്നുപോയെന്നാണ് നിക്കോസ് പറയുക. അത്ര ഉദാത്തമായ ജീവിതത്തിന്റെ മനോഹരമായൊരു സമ്മേളനമായിരുന്നു തീർച്ചയായിട്ടും അസിസി. അപ്പൊ അസിസിയെ കുറിച്ച് പറയുക, ഒരു ദിവസം അദ്ദേഹം ദേവാലയത്തിൽ പോയപ്പോഴ് പ്രായം ചെന്നൊരു മോൺസിഞ്ഞോർ ബലിയർപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാമെന്ന ലാറ്റിൻ കുർബാനയാണ്. അങ്ങോട്ട് തിരിഞ്ഞാണ് സുവിശേഷ വായനയ്ക്ക് അദ്ദേഹം ഈ സുവിശേഷം വായിച്ചു എന്നാണ് പറയുക. അസിസി അതെല്ലാം കേട്ടു. മോൺസിഞ്ഞോർ പ്രായം ചെന്ന മനുഷ്യൻ, കൂനിയ മനുഷ്യൻ, അദ്ദേഹം സങ്കീർത്തിലേക്ക് ചെന്നപ്പോഴ് അസിസി സങ്കീർത്തി ചെന്നു. അദ്ദേഹം തിരുവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയായിരുന്നു. വളരെ വിനീതനായിട്ട് അസിസി ചോദിച്ചു, മോൺസിഞ്ഞോറെ, ഇന്ന് വായിച്ചത് ഒരു ജീവിത ആദർശമാണോ, ഒരു ജീവിത ശൈലിയാണോ? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ പറയില്ലേ ചിലപ്പോഴൊക്കെ, അത് പള്ളിയിൽ പോയി പറഞ്ഞാവോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്ന കാര്യമൊന്നുമല്ല. ചോദിച്ച ഒരു ജീവിത ആദർശമാണോ, ക്രിസ്തു ഒരു ജീവിതാദർശം ഉയർത്തിപ്പിടിക്കുകയാണോ, അതോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കേണ്ട ഒരു ജീവിത ശൈലിയാണോ അവിടെ പറയുക? മോൺസിഞ്ഞോർ സാഗൂതം അസീസിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നാണ് പറയുക. ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എടാ, എനിക്ക് പട്ടം കിട്ടിയിട്ട് 53 വർഷമായി. 53 വർഷമായി എന്ന് പറഞ്ഞാൽ ഒരു 83 വയസ്സൊന്ന് കാണും. മോനെയുടെ ഇത്രയും നാളും ഞാൻ ജീവിച്ചിട്ട് ഇന്നും ഇതൊരു ജീവിത ആദർശമായിട്ട് നിൽക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ പോയിട്ടിത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം. അസിസി ഇറങ്ങിപ്പോയി അതൊരു ജീവിത ശൈലിയാക്കി എന്ന് നമുക്കറിയാം. മാതാവിന്റെ കൊന്ത ചെല്ലുന്ന ദിവസങ്ങളാണിത്. എന്തുകൊണ്ടാണ്? അന്ത്യവിധിയുടെ കാര്യം നമ്മൾ വായിക്കുക. നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ഈ സ്ത്രീക്ക് 18-19 വയസ്സായപ്പോൾ ഗർഭിണിയായി കാണും. അല്ല, അതിനേക്കാൾ ചെറുപ്പമായിരിക്കാം. നമ്മുടെ അമ്മച്ചിമാരൊക്കെ 15 വയസ്സിലെ കല്യാണം കഴിച്ചവരാണ്. അന്ന് ഇത് ദൈവത്തിന്റെ മകനാണെന്നുള്ള കാര്യം അമ്മ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുക. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യും കേട്ടോ. അമ്മയെ അറിഞ്ഞിരുന്നില്ല. അമ്മയോട് പരിശുദ്ധാത്മാവിന്റെ ദൂതന്മാരോ എന്ന് പറഞ്ഞ് എന്തോ സംഭവിക്കുന്നുണ്ട്. ചരിത്രത്തിലേക്ക് ദൈവത്തിന്റെ മനോഹരമായ ഇടപെടൽ നടക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഈ പെസഹ രഹസ്യം എല്ലാം നിൽക്കുക കേട്ടോ. അതാണ് ഇതിന്റെ ഒരു മനോഹാരിത കേട്ടോ. നമ്മളോട് എല്ലാം ദൈവം തുറന്നു പറയാറില്ല. തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഒരപകടം സംഭവിക്കുന്നു, ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്നു, കാലിന് കഠിനമായ വേദന ആരംഭിക്കുന്നു, ബ്രെയിനിലൊരു ട്യൂമർ കാണുന്നു. കർത്താവ് വന്നിട്ട് പറയുകയാണ്, തോമസേ, ആലിസേ, മേരിക്കുട്ടി, ത്രേസ്യാമേ, ഇതാണ് കാര്യം. നമുക്ക് എളുപ്പമുണ്ടായിരുന്നു, നമുക്കറിയാൻ പാടില്ല. എന്നിട്ട് അവളോട് പറഞ്ഞു ഇതിനെ സ്വീകരിക്കുവാനായിട്ട്. എന്ന് പറഞ്ഞാൽ ആറ്റുനോറ്റിരുന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് മാനസികമായും ശാരീരികമായിട്ടും വൈകല്യമുള്ള ആളാണെന്ന് തിരിച്ചറിയുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന നൊമ്പരം പോലെ തന്നെ ഈ അമ്മയ്ക്കുണ്ടായിരുന്ന നൊമ്പരമാണ് അന്ത്യവിധി നമ്മളോട് പറയുക. അവനെ അവൾ സ്വീകരിച്ചു കേട്ടോ. ബത്ലഹേമിലെ കഥയൊക്കെ പറയുക, അവനിങ്ങ് കടന്നു വന്നു നഗ്നനായിട്ട്, ഒന്നുമില്ലാത്തവനായിട്ട്. അവളവനെ സ്വീകരിച്ചു എന്നാണ് പറയുക. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു. ദാരിദ്ര്യമാർന്ന ജീവിതമാണ് കേട്ടോ. ഞാൻ എന്റെ ശുശ്രൂഷയിൽ ഞാൻ നടന്നു പോകുമ്പോഴ്, ഇടവുകളിൽ ചെല്ലുമ്പോഴ് ഈ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ അനുഭവമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. രോഗികളായ മനുഷ്യര്, ഒരു തുണ്ട് ഭൂമി പോലുമില്ല, വെറും ടർപ്പായൊക്കെ വലിച്ചു കെട്ടി ജീവിക്കുന്നതായ അവസ്ഥ. 17-18 വയസ്സുള്ള പെൺമക്കളൊക്കെയുണ്ട്. ഒന്ന് ടോയ്ലറ്റിൽ പോകുവാൻ എന്ത് ചെയ്യും? പരദേശിയായിട്ട് വന്ന അവനെ പിന്നീട് പറയുന്നുണ്ട്, ഈ ഫറവോനെയും ഒക്കെ പേടിച്ച് ഈജിപ്തിൽ പോയി ജീവിക്കുമ്പോൾ ഇന്ന് 45 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ, കേരളത്തിൽ വന്ന് ജീവിക്കുന്ന പോലെയാണ് പരദേശിയായിട്ട്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡിവൈന്റെ മുമ്പിലൂടെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയൊക്കെ പിടിച്ചവൻ നടന്നു പോകുന്നുണ്ട്. അവനെ കണ്ടു കഴിയുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് പറയുവാനായിട്ടുള്ള ഒരു ആധ്യാത്മിക ചൈതന്യം നമുക്കുണ്ടോ എന്നാണ് മാതാവ് ചോദിക്കുന്നത്.
നമുക്ക് രണ്ടു തരത്തിൽ ഇത് കാണണം. നമ്മുടെ എല്ലാ പള്ളികളിലും കൊന്തകൾ നടക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്ന് വെളുപ്പിനെ 5:30 മണിക്ക് കാലടിയിലൂടെ കടന്നു പോകുമ്പോഴ് പള്ളി നിറച്ച ആൾക്കാര്, ഒരു ലൈറ്റ് പോലുമില്ല. ആ ദിവ്യകാരുണ്യ മഠാറിൽ എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ട്. അവര് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുക? യേശു നമ്മോട് പറയുക, നടന്നു പോകുന്ന അപരനില് ക്രിസ്തുവിനെ കാണുവാനായിട്ടുള്ള നിന്റെ മഹനീയമായ ദാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. മാതാവ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവളെ ഗർഭം ധരിച്ചു എന്നാണ് പറയുക. യൗസേ പിതാവിന് കൂടുതൽ ബെത്ലഹേമിലേക്ക് പോകുന്നതും അവിടെ കുഞ്ഞിനെ പ്രസവിക്കുന്നതും അവനെ മുലയൂട്ടി വളർത്തുന്നതിന് ജീവൻ നൽകുകയാണ്. വിശക്കുന്നവന് അപ്പം നൽകുന്നവരാണ് അമ്മമാര്. കുഞ്ഞുങ്ങൾ കരയുമ്പോഴ് മുലയൂട്ടി വളർത്തുകയാണ് അവനെ. ജീവിതകാലവൻ പറഞ്ഞൊരു ദുഃഖമുണ്ട്. പറവകൾക്കൊക്കെ ആകാശമുണ്ട്, കിളികൾക്കെല്ലാം കൂടുണ്ട്, തനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം യഹൂദ മതത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് നിയമങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവനായ മത്തായി ഇത് നമ്മളോട് പറഞ്ഞത്? നമ്മൾ പറയുക, ചരിത്രത്തില് വിപ്ലവാത്മകമായൊരു മാറ്റം നടന്നിട്ടുണ്ട്. വിപ്ലവാത്മകമായ മാറ്റം. എന്റെ ചെറിയൊരു അല്പം പറയാം. ഞാൻ എറണാകുളത്താണ് താമസിക്കുക. ഞാൻ 2002 വർഗീയ പിതാവിന്റെ സഹായമെത്രാനായിട്ട് വന്നതാണ്. അപ്പൊ ഇതിനൊരു വലിയൊരു ആകർഷണം അവിടുത്തെ നിത്യാരാധന ചാപ്പലായിരുന്നു കേട്ടോ. എറണാകുളത്തുകാർക്കറിയാം, അടുത്ത കാലത്ത് പണിയിപ്പിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒരു ആർക്കിടെക്ചറാണ് അദ്ദേഹം. അത് വരച്ചയാളെ പണിയിപ്പിച്ച ആളെ മരിച്ചുപോയി. സുന്ദരമായ ചാപ്പല്, ആരാധനമുള്ള സിസ്റ്റേഴ്സാണ് നോക്കുക. അവർ നോക്കുമ്പോഴേ രാവിലെ വന്ന് ഒരു 500 രൂപയുടെ മുല്ലപ്പൂവുമായിട്ടാണ് വരിക. ആ ഫ്ലോറൊക്കെ സർഫിട്ടല്ല, മനോഹരമായിട്ടൊരു കഴുകും. അവരാ നിലവിളക്കങ്ങോട്ട് തേച്ചു കഴിഞ്ഞാൽ സുന്ദരമായ സ്വർണം പോലെ ഇരിക്കുക. നല്ല ചക്കിൽ ആട്ടിയ എണ്ണയാണ് അതിലേക്ക് ഒഴിക്കുക. എന്ന് പറഞ്ഞാൽ തിരികൾക്കെത്തുമ്പോഴ് വെളിച്ചെണ്ണയുടെ നറുമണം നിറഞ്ഞു നിൽക്കുകയാണ്. മുല്ലപ്പൂക്കളുണ്ട്. 8 മണിയാകുമ്പോഴേ വികാരിച്ചൻ വന്ന് അല്ലെങ്കിൽ കുഞ്ചിരച്ചൻ വന്ന് അത് എഴുന്നള്ളിച്ചു വെക്കും. വലിയ ഓസ്തിയാണ്. അവിടെ കയറി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അത് എയർ കണ്ടീഷൻ ചെയ്തു. ശാന്തമാണ് അവിടെ. ഒരു മനുഷ്യൻ പോലും, പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഞാൻ ആ ഓസ്തിയിലേക്ക് നോക്കുമ്പോഴേ എനിക്ക് യേശുവിനെ കാണുവാനായിട്ട് വലിയ മടിയില്ല പ്രിയപ്പെട്ടവരെ, വലിയ മടിയില്ല. കാരണം 3 വയസ്സായപ്പോ തൊട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടാ ആ വെളുത്തി ഓസ്തിയില് ഈശോയാണ്. ഞാനത് കേട്ടാ പിടിച്ചത്. അത് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴൊരു പ്രശ്നമുണ്ട് അവിടെ. 2005 അവിടെ പളിനിയമ്മ എന്ന് പറഞ്ഞ ഒരാളുടെ ഇരിപ്പുണ്ടായിരുന്നു. പളിനിയമ്മയുടെ കാല് മുറിച്ച് കളഞ്ഞു. തമിഴത്തെ സ്ത്രീയാണ്. പളിനിയമ്മയ്ക്ക് നമ്മളെ കണ്ടു കഴിയുമ്പോൾ ഒരു 50 രൂപയായാലും കിട്ടണം. അത് പള്ളിയിൽ പോയോ പ്രാർത്ഥിച്ചോ ക്രൈസ്തവനാണെന്ന പളിനിയമ്മയ്ക്ക് അറിയണ്ട. പളിനിയമ്മ KP വർഗീസിന്റെ, ഒരു കാലത്ത് വലിയ ബിസിനസ്സുകാരായിരുന്നു, അവരുടെ ഗോഡൌണിന്റെ വരാന്തയിലാണ് പളിനിയമ്മ താമസിക്കുക. എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിന് പുറത്തു പോകുന്നയാളാണ്. ഒരു നൈറ്റിയിട്ട് അലക്കിയിട്ട് ഒത്തിരി നാളായി. രാവിലെ 7 മണിക്ക് വരുന്നതാണ്, വൈകുന്നേരം 8 മണി വരെ ഇരിക്കും. മനുഷ്യന് പ്രാഥമികമായ ആവശ്യങ്ങളുണ്ട്. നളിനിയമ്മയുടെ പടുത്തി എന്ന് കഴിഞ്ഞാൽ അവിടെ മൂത്രത്തിന്റെ മണമുണ്ട്, മലത്തിന്റെ മണമുണ്ട്. ഈ മനുഷ്യന് വിയർപ്പുണ്ടായി കഴിയുമ്പോണ്ടാകുന്ന മണമെല്ലാം ഉണ്ട്. നമുക്ക് അടുത്തു പോകുവാൻ മടിയാണ്. ആളുകൾ അകലിൽ നിന്ന് 50 രൂപ കൊടുത്തിട്ട് പോകും. കാരണം കൊടുത്തില്ലെങ്കിൽ തെറി പറയും. ഈ രണ്ടിന്റെയും നടുവിൽ ഞാൻ നിൽക്കുമ്പോഴേ ഈശോയെ അവിടെ കാണുന്ന എനിക്ക്, അവിടെ എല്ലാം സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. ഈശോയെ അവിടെ കാണുന്ന എനിക്ക് പളിനിയമ്മയില് ഈശോ കാണാൻ വലിയ പ്രയാസമായിരുന്നു. ഈ സ്ത്രീയിൽ ഈശോ ഉണ്ടെന്ന് പറയും. ഇത് ഈശോയാണ് എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അവിടെയാണ് എന്റെ വിശ്വാസത്തിന് നൂൽപ്പാലം നിൽക്കുക. അവിടെയാണ് എന്റെ ബുദ്ധിമുട്ട് നിൽക്കുക കേട്ടോ. മറ്റൊന്നുമല്ല എന്റെ ബുദ്ധിമുട്ട്. പാവങ്ങളെ സഹായിക്കാനായിട്ട്, പരദേശികളായിട്ട് വരുന്ന ആളുകളെ സഹകരിപ്പിക്കാനൊക്കെ എനിക്ക് സാധിക്കും. ഈ ഇരിക്കുന്ന സ്ത്രീയിലാണ് ക്രിസ്തുവിനെ കാണുവാൻ വന്നു എന്ന് പറയുവാനായിട്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ അത് എഴുതിയത് കേട്ടോ. മത്തായി ശ്ലീഹയൊക്കെ ഇന്ന് നിയമം കാക്കുന്ന ആളുകളുടെ വന്നരിയിലായിരുന്നു മത്തായി ശ്ലീഹ. ലൂക്കായെ പോലെ വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല. ആ മത്തായി ശ്ലീഹ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ 25-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വരുന്ന എല്ലാവരും, ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവര്, അവനെ അന്വേഷിക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ചാണ് മത്തായി ശ്ലീഹ നമ്മോട് പറയുക. എന്നോടും നിങ്ങളോടുമുള്ള ഒരു ജീവിത ശൈലിയുടെ മനോഹരമായ ആഖ്യാനമാണിത്. ആ ജീവിതശൈലി സ്വന്തമാക്കുന്നവര് വിശുദ്ധിയുടെ പാതകളിലേക്ക് നടക്കുന്നു എന്നാണ് പറയുക. നമുക്കിത് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ തന്നെ വേണം.
അതാണ് നമ്മുടെ ഒരു സമഗ്രത. അതുകൊണ്ടാണ് സെപ്റ്റംബർ 4 വിശുദ്ധിയായ സ്ത്രീ പറഞ്ഞു, ഞാൻ അൾത്താരയിലേക്ക് വരുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ കാണുന്നുണ്ട്. അത് 50% മാത്രമേ ഉള്ളൂ. കാരണം ഇത് മനുഷ്യരർപ്പിക്കുന്ന ഒരു ബലിയാണിത്. എന്നിട്ട് പറഞ്ഞു ബാക്കി 50% പള്ളിക്ക് പുറത്താണ്, അവിടെ ഗട്ടറുകളില്. ജീവിതം എവിടെയെല്ലാം തകർക്കപ്പെടുന്നുണ്ട് അവിടെയെല്ലാം മേഖലകളില്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചില സിസ്റ്റേഴ്സ് എറണാകുളത്തുള്ള വേശ്യാ ജീവിതം നയിക്കുന്ന ആളുകളുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരെ കണ്ടു കഴിയുമ്പോൾ ഇത് ക്രിസ്തുവാണെന്ന് പറയുവാനായിട്ട് സാധിക്കുന്ന ഉയരങ്ങളിലേക്ക് ഞാൻ ഉയരുമ്പോഴാണ് ഞാനൊരു വിശ്വാസിയായിട്ട് മാറുക. മോളെ, നിനക്ക് തെറ്റിപ്പോയിടി, നമുക്ക് ഒരു മടക്കയാത്ര ആരംഭിക്കാം. അവള് പറയും, പിതാവേ, മടക്കയാത്ര സാധ്യമല്ല, എനിക്കിത് ആവശ്യമാണ്, പണത്തിന് വേണ്ടിയല്ല, ശരീരത്തിന്റെ മോഹങ്ങൾ കൂടി കത്തി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല എങ്കിലും, ഇടി നീ ക്രിസ്തുവാണ്, ദൈവം നിന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കാരണം ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇതിലാണ് ഈ നമ്മുടെ ജീവിതത്തിന്റെ മനോഹരമായ വിശ്വാസം പ്രിയപ്പെട്ടവരെ കൂട്ടിക്കെട്ടിയിരിക്കുക. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇത് സാധിക്കണം. ഞാൻ സാധിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു സുന്ദരമായ കഥ പറഞ്ഞുതരാം. മാണിക്യമംഗലം ഇടവകയിൽ നിന്ന് ലൂസി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ എന്നെ കാണുവാനായിട്ട് വന്നു. ഒരു ദിവസം 10 മണിയായപ്പോഴ് ഓടി പിടിപെടുത്താണ് വരിക. വന്ന് മുറിയിലേക്ക് കയറി, പിതാവ് എനിക്കൊരു 10,000 രൂപ വേണം. ഞാൻ എന്തിനാണ്? അമ്മായിമ്മ സുഖയിലാണ് കിടക്കുകയാണ്, ക്യാൻസറില് വാർഡിലാണ്. ഡോക്ടർ ശ്രീധര, ലിസിയിലെ യാമിനി, അവരാണ് നോക്കുക. വേറെ നിവൃത്തിയില്ല, ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, ലൂസി നിനക്ക് 10 മതിയോ? പിതാവ് വെച്ചിട്ട് കൂടുതൽ കിട്ടിയാക്കോളൂ. ഞാൻ പറഞ്ഞു 15 രൂപ തരാം. 15,000 രൂപ കൊടുത്തു. അപ്പോൾ അവള് പറഞ്ഞു, പിതാവിന്റെ ആശുപത്രി, ലിസി ആശുപത്രി, പിതാവ് ഇടയ്ക്കൊക്കെ അവിടെ വരുന്ന ഞാൻ കാണാറുണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോഴേ എന്റെ അമ്മയൊന്ന് വന്ന് കാണണം. ഞാൻ പറഞ്ഞു, ലൂസി എടി, ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരുന്നതേ ഉള്ളൂ, ഞാൻ വരികയാണ്, കാണാം. അന്ന് വൈകുന്നേരം ഒരച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ അച്ഛനെ കാണാനായിട്ട് പോകുമ്പോഴ് ഇവളൊരു ചോറ്റുപാത്രവുമായിട്ട് പുറത്തേക്ക് വരികയാണ്. കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്റെ പിതാവിനോട് പറഞ്ഞിട്ട് പിതാവ് വന്നല്ലോ എന്ന് അവൾ പറഞ്ഞു. ഞാൻ അവളുടെ അമ്മയെ കാണാൻ പോയതല്ല, അവളുടെ ആ സന്തോഷം. ഞാൻ പറഞ്ഞു, ലൂസി, ആദ്യം നിന്റെ അമ്മയെ വന്ന് കാണാം. അവൾ എന്റെ ചെന്നപ്പോൾ വാർഡില് അമ്മച്ചി കിടക്കുകയാണ്, ഭയങ്കരമായ വേദന. അപ്പോൾ പറഞ്ഞു, പിതാവ് ഇവിടെ നിൽക്ക്, എന്റെ അമ്മയോടൊന്ന് സംസാരിക്ക്, ഞാന് പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരാം. ആ സമയത്ത് മാണിക്യമംഗലത്ത് നിന്ന് ഒരു 3 പേരവിടെ കാണാൻ വന്നു. പിതാവെ, ആ പോകുന്ന സ്ത്രീ പിതാവ് ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, അത് ലൂസിയല്ലേ? പിതാവെ, അവൾ ജീവിക്കുന്ന ഒരു വിശുദ്ധിയാണ്. ആ 3 പേരത് പറയാൻ കാര്യമുണ്ട്. ഈ പെണ്ണ് അതിസുന്ദരിയായ ഒരു പെണ്ണാണ്, BA വരെ പഠിച്ചു. കെട്ടിവന്നിയ അന്ന് മുതല് ഈ പെണ്ണിന് വേണ്ടി നരകം സൃഷ്ടിച്ച സ്ത്രീയാണ് കട്ടിലിൽ ക്യാൻസറായിട്ട് കിടക്കുക. 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴ് 2 കുഞ്ഞ് മതിയെന്ന് അവര് പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞു, അവളോടും പറഞ്ഞു, എടാ നിയന്ത്രണം പാലിക്കാൻ പറഞ്ഞു. 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴ് ലൂസിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് എന്റെ മകന്റെതല്ല എന്ന് ആ ഇടവകയിൽ പറഞ്ഞു വരുത്തിയ സ്ത്രീയാണ്. സ്ത്രീകൾക്ക് അതിന്റെ അപമാനഭാരം അറിയാം. അതെല്ലാം പോട്ടെ, തൃശ്ശൂര് വഴി വരുന്ന വഴി ലൂസിയുടെ ഭർത്താവ് അപകടത്തിൽ മരിച്ചപ്പോഴ് ഈ നാശം കെട്ടവള് വന്നി അന്ന് മുതൽ ഈ കുടുംബത്തിന് നാശമാണെന്നും അതുകൊണ്ടാണ് അവൾ എന്റെ മകൻ മരിച്ചതെന്നും എല്ലാം വലിയ വായിലെ അച്ഛൻ നിൽക്കുമ്പോൾ പോലും കരഞ്ഞവളാണ് ഈ അമ്മ. അവര് പറഞ്ഞു, ഒരിക്കലും അവള് പ്രതികരിച്ചിട്ടില്ല, അവള് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. 3ാമത്തെ കുഞ്ഞ് 7ാം ക്ലാസ്സിലാണ് പഠിക്കുക. 2 ആടുണ്ട്, ഒരു പശുവുണ്ട്. അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അമ്മായിമ്മയ്ക്ക് വേണ്ടി അവളുടെ നല്ല കുടുംബത്തിൽ നിന്നാണ് അവൾ വരിക. അവള് നാണം കെട്ട് പിച്ചതണ്ടി കൊണ്ടുവന്നാണ് അമ്മയെ സംരക്ഷിക്കുക. ആ സമയം ഇവള് ചായയൊക്കെ ആയിട്ട് വന്നു. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മത്തായി ശ്ലീഹ പറഞ്ഞ കാര്യം ജീവിതശൈലിയാക്കിയിരിക്കുന്ന ഒരു പെണ്ണാണ് അവൾ. പ്രിയപ്പെട്ടവരെ, കേരള സഭ അതിമനോഹരമായൊരു സമയത്തിലാണ് കേട്ടോ. നമ്മുടെ സഭയെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങള് ഏത് കാലത്തേക്കാൾ വ്യത്യസ്തമായിട്ട് ജീവിതാദർശമാക്കി ജീവിക്കുന്ന ഒത്തിരി പേര് എറണാകുളം അങ്കമാലി അതിർവിൽ 5 ലക്ഷം ആളുകളുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ദിവസങ്ങളും ഞാൻ ഇടവകളിലുണ്ട്, ആളുകളെ കാണുന്നുണ്ട്. ഇതൊരു ജീവിത ആദർശമല്ല, ഒരു ജീവിത ശൈലിയായി ജീവിക്കുന്ന അനേകര്, സ്ത്രീകള്, പുരുഷന്മാര്, കുട്ടികളെ ഞാൻ കണ്ടുമുട്ടുന്നു. ആ കാലഘട്ടത്തിലെ സഭയില് ഒരച്ഛനായിട്ട്, മെത്രാന്റെ കാര്യമൊക്കെ ഒന്ന് പോട്ടെ, ഒരച്ഛനായി ജീവിക്കുക എന്നുള്ളത് ദൈവമേ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. നമുക്കിതൊന്ന് പാലിക്കണം. ആ പാലിക്കുന്ന ആഭിമുഖ്യങ്ങളിലാണ് പ്രധാനമായിട്ട്.
ആഭിമുഖ്യങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ. വഴിയില്ലാത്തവനെ കാണുമ്പോഴ്, വീടില്ലാത്തവനെ കാണുമ്പോഴ്, ജോലിയില്ലാത്തവളെ കാണുമ്പോഴ് ദൈവമേ എന്നെ ക്രിസ്തു കാണുവാൻ വന്നു എന്ന് പറയുന്ന ആ മനോഹരമായ ചര്യത നമുക്കുണ്ടായാൽ മതി. നമ്മളിരിക്കുന്ന ദേവാലയത്തിൽ മനോഹരമായ കർമ്മം നടക്കുമ്പോഴ് കള്ളുകുടിച്ചവനും കടത്തി വരികയാണ്. അവനെ പിടിച്ച് പുറത്താക്കിയല്ല വേണ്ടത്. അവരെ ശാന്തനായിട്ട് പള്ളിയിലിരിക്കണം. അവനും അവകാശപ്പെട്ടതാണ് പള്ളി. പ്രിയപ്പെട്ടവരെ, ഒരു വഴിക്ക് വേണ്ടി ഇച്ചിരി സ്ഥലം ആളുകൾ ചോദിക്കുമ്പോഴ്, ആളുകൾ വിഷമിക്കുമ്പോഴ്, അവിടെ കണ്ണിൽ കണ്ണുനീര് കാണുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, ആര് കടം ചോദിച്ചാലും നീ കൊടുക്കുക നിന്റെ കയ്യിലുണ്ടെങ്കിൽ. നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട, കാരണം ഇതെല്ലാം ദാനമായിട്ട് നൽകപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങൾക്കും എല്ലാം ദാനമായിട്ട് നൽകപ്പെട്ടതാണ്. യോഗ്യരായ മനുഷ്യർ എവിടെയാണ് കണ്ടുമുട്ടുക? എല്ലാവരും യോഗ്യരാണ്. നമ്മൾ യോഗ്യരായിട്ടല്ലോ ദൈവം സൗന്ദര്യം നൽകിയത്. നമ്മൾ യോഗ്യരായിട്ടല്ലോ സമ്പത്ത് നൽകിയത്. നമ്മൾ യോഗ്യരായിട്ടുള്ള ദൈവം വിദ്യാഭ്യാസം നൽകിയത്. നമ്മൾ അയോഗ്യരായിട്ട് ദൈവം നൽകിയെങ്കിൽ യോഗ്യന്മാരെന്നും അർഹതപ്പെട്ടവരെന്നും ഇരിക്കുവാനോ നിങ്ങൾക്കോ അവകാശമില്ല. നമ്മുടെ പള്ളികളിലേക്ക് ഒരു വീട് കൊടുക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, വികാരിച്ചത് അർഹതപ്പെട്ടവന് കൊടുക്കണം. ആരാണ് അർഹതപ്പെട്ടവര്? എല്ലാവരും അർഹതപ്പെട്ടവരാണ്. അപ്പോഴങ്ങനെ വേർതിരിവില്ലാതെ, നിറഭേദങ്ങളില്ലാതെ, അഴകുള്ളവരെയും അഴകില്ലാത്തവരെയും, നിറമുള്ളവരെയും നിറമില്ലാത്തവരെയും, സമ്പത്തുള്ളവരെയും സമ്പത്തില്ലാത്തവരെയും യേശുവിന്റെ നാമത്തിൽ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് യേശു നമ്മളെ വിളിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വിശുദ്ധിയിലേക്ക് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മനഃപ്പാഠമാക്കി ജീവിതശൈലിയാക്കേണ്ട ഒരു സുവിശേഷ ഭാഗം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മളിൽ നന്മ പ്രസരിപ്പിക്കുന്നത് ദൈവമാണ്. എനിക്ക് നന്മ പ്രസരിപ്പിക്കാൻ സാധിക്കില്ല. എനിക്ക് വചനം പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. എന്നിലൂടെ ദൈവം പറയുകയാണ്. ഞാൻ എത്രമാത്രം പഠിച്ചാലും വചനം പറയാൻ പറ്റില്ല. ദൈവം എന്നിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് പൗലോസ് ജീവിതത്തിന്റെ അവസാനം പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓരോ സമൂഹത്തോടും ഞാൻ പറയേണ്ടതായ വചനം ദൈവം എന്റെ ചുണ്ടുകളിൽ വെച്ച് തരാനായിട്ട്. എന്ത് മനോഹരമായ ഭാഷയാണിത് കേട്ടോ. ഓരോ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു ഭർത്താവ് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അവള് ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടതായ വചനം ദൈവമേ എന്റെ ചുണ്ടിൽ വെച്ച് തരണമേ എന്ന് പറഞ്ഞാല് ജീവിതം ധന്യമായിട്ട് മാറില്ലേ? നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ബന്ധങ്ങൾ മെച്ചമാകൂലേ? നമ്മുടെ ദേഷ്യമുണ്ടാകാം, വെറുപ്പുണ്ടാകാം, സങ്കടങ്ങളുണ്ട്. ആരെയില്ലാത്തത് എല്ലാവർക്കുമുണ്ട്. അതിന്റെ എല്ലാം നടുവില് ദൈവമേ ഞാൻ സംസാരിക്കേണ്ട ഭാഷ, ഞാൻ കൈകാര്യം ചെയ്യേണ്ടതായ സമീപനം, ഞാൻ ഉൾക്കൊള്ളേണ്ടതായ സ്നേഹം അങ്ങനെക്ക് നൽകുകയാണെങ്കിൽ ഏറ്റവും വിഷമിക്കുന്നവരില്, ഏറ്റവും സങ്കടപ്പെടുന്നവര്, നമ്മുടെ സമൂഹത്തിൽ ആളുകളെ മാറ്റി നിർത്തുന്ന മനോഭാവങ്ങളൊക്കെയുണ്ട്. എന്റെ മകള് ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചത്, അവന് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന എത്രയോ ആളുകളുണ്ട്. അതാണോ യേശു നമ്മോട് പറഞ്ഞത്? ഒഴുകിയിറങ്ങുന്ന നീർച്ചാല് പോലെ നിന്റെ സ്നേഹം വരട്ടെ എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഇടുക്കിയിലൊക്കെ പോയി കാണും, അണക്കെട്ടുണ്ട് അവിടെ. ഈ വർഷം വെള്ളം കുറവാന്ന് പറയുന്നു. നിറഞ്ഞ വെള്ളം പോലെ അണക്കെട്ട് കിടക്കുമ്പോൾ അതുപോലെ നൽകിയാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുക. ഈ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹമാണ്. ഈ അണക്കെട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാല് ഞാൻ എന്തെങ്കിലും അതിക്രമവും കാണിച്ചേക്കുമെന്ന് പേടിച്ചുകൊണ്ട് ആരെയും സ്നേഹിക്കാതെ, ആരെയും ലാളിക്കാതെ, ആരെയും വാത്സല്യപ്പെടുത്താതെ 60-70 വർഷമൊക്കെ ജീവിച്ച് നമ്മൾ എന്തിനും സിമിത്തേരിയിലേക്ക് മടങ്ങണം? വാത്സല്യപ്പെടുക ആളുകളെ, സ്നേഹിക്കുക ആളുകളെ, അങ്ങ് ക്ഷമിക്കുക. ഒന്നും കൈവിട്ടു പോകാനായിട്ടില്ല കേട്ടോ. അങ്ങ് ക്ഷമിച്ചേക്കുക. എനിക്ക് നീതി നടത്തി കിട്ടിയില്ല, കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് നീതി തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നീ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നീതി കിട്ടിയെന്ന് വരില്ല. അത് ക്രിസ്തുവിന്റെ ജീവിതമാണ്. നമുക്ക് നീതി കിട്ടണമെന്നില്ല. പക്ഷെ നീതി നടത്തുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് ക്രൈസ്തവ ജീവിതം ധന്യമായിട്ട് മാറുക. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിലൊക്കെ ഉള്ള ഒത്തിരിയേറെ മനോഭാവങ്ങള് ക്രിസ്തുവിന്റെ മനോഭാവങ്ങളായിരിക്കണമെന്നില്ല. നമ്മൾ നന്മയുള്ള ആളുകളായിട്ട് കണ്ടേക്കാം, നല്ല വിശ്വാസികളായിട്ട് കണ്ടേക്കാം, നല്ല കൈക്കാരന്മാരാകാം, നല്ല അച്ഛന്മാരും നല്ല മെത്രാന്മാരുമായിട്ട് കാണപ്പെട്ടേക്കാം. നമ്മൾ അങ്ങനെ ആകണമെങ്കിൽ നമ്മുടെ ഒത്തിരിയേറെ ജീവിത മനോഭാവങ്ങളിലും നമ്മുടെ മുൻവിധികളിലുമെല്ലാം മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു.
അവൻ നമ്മളെ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു കേട്ടോ. ഈ സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ കഥ എന്റെ കഥയല്ല. എന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. സെബാസ്റ്റ്യന്റെ കഥ സെബാസ്റ്റ്യന്റെ കഥയല്ല. ഇത് ദൈവം ചരിത്രത്തില് മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയുണ്ടാക്കുന്ന വലിയൊരു കഥയുടെ ഭാഗമായിട്ട് ഞാൻ മാറുകയാണ്. ഞാൻ പ്രധാനപ്പെട്ട ആളല്ല കേട്ടോ. 800 കോടി ജനങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. എത്രയോ കേമന്മാര്. അതിന്റെ നടുവില് സാഗരത്തിലെ ഒരു ജലതുള്ളി പോലെ എന്റെ ജീവിതവും അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. നിങ്ങളെ തന്നെ ഗൗരവമായിട്ട് എടുക്കരുത്. ഒരിക്കലും നിങ്ങളെ ഗൗരവമായിട്ട് എടുക്കരുത്. സമ്പത്തിന്റെ പേരിലോ വസ്തുവിന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ ഒന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കരുത്. നമ്മൾ ആ സ്നേഹത്തില് അങ്ങ് ജീവിച്ചു പോകുക, ക്ഷമിക്കുക, പൊറുക്കുക, കൊടുക്കുക. ഇതൊക്കെ തന്നെ അവിടുന്ന് പറഞ്ഞുള്ളൂ. ഇത് കൊടുത്തു കഴിയുമ്പോഴ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറുമെന്നുള്ള യേശുവിന്റെ വലിയ ആഗ്രഹം. അമ്മയോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഏക മകള് ചരിത്രത്തിന്റെ മഹോന്നതമായ വേദിയില് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴ് അമ്മയുടെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ പോലെ തന്നെ ഞങ്ങൾ ജീവിക്കുവാനായിട്ടുള്ള ആഴമായ പെസഹാ രഹസ്യത്തിന്റെ വിശ്വാസം നമുക്ക് നൽകണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സങ്കടങ്ങള്, പ്രയാസങ്ങള്, മനുഷ്യന്റെ ജീവിതം വളരെ ദുഷ്കരമാണ്. 2016 മനുഷ്യന്റെ വ്യഥകള്, നൊമ്പരങ്ങള്, ചിലരൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കാൻ പോകുകയാണ്. നൊമ്പരങ്ങൾ കയറി വന്നിട്ട് ആരോടും പറയാനില്ലാതെ ഒരു പരിഹാരവുമില്ലാതെ നിൽക്കുന്നതായ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ നീറുമ്പോഴ് കർത്താവിന്റെ ഈ താലത്തിലേക്ക് ഓസ്തിയോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെയും വെച്ചുകൊണ്ട് അതിനെ എടുത്ത് ഈ വേദനയോടുകൂടി തന്നെ മഹോന്നതമാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.